മൈ ഡിയർ സ്റ്റുഡൻസ്, ഡോക്ടർ ജെയിംസ് ടൈലർ കെൻ്റ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഈ യൂട്യൂബ് പരമ്പരയുടെ 136ാമത്തെ എപ്പിസോഡിൽ കാമോമില്ല എന്ന അധ്യായത്തിൻ്റെ 2ാം ഭാഗമാണ് നമ്മൾ പരിശോധിക്കുന്നത്. കാമോമില്ല സർവ്വസാധാരണമായി ഉപയോഗിക്കുന്ന ഔഷധമാണ്. എങ്കിലും അതിൻ്റെ യഥാർത്ഥ പ്രയോഗത്തിൻ്റെ യഥാർത്ഥ വ്യാപ്തി ഇനിയും പൂർണ്ണമായിട്ട് പലരും മനസ്സിലാക്കിയിട്ടില്ല. അതുപോലെ അത് ഉപയോഗിക്കുമ്പോൾ സംഭവിക്കാവുന്ന ചില തെറ്റുകൾ, അതിൻ്റെ കൃത്യമായിട്ടുള്ള നേച്ചർ മനസ്സിലാക്കാൻ ആവശ്യമായ ചില ക്ലൂസ് അതൊക്കെ കെൻ്റ് ഈ ഭാഗത്ത് തരുന്നുണ്ട്. നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. യു വിൽ സീ ഇൻ ദ ടെക്സ്റ്റ് അണ്ടർ ടെമ്പറേച്ചർ ആൻഡ് വെതർ the symptoms, pains are worse from heat, with 2 black bars as if it were the most important symptom in it. And then below, without any bar, sensitive to cold, chilly, and better from heat. റിപ്പർട്ടറിയിൽ നോക്കിയാൽ കെൻ്റ് ഉപയോഗിച്ചിരുന്ന റിപ്പർട്ടറി കാര്യം പറയുന്നത് ചിലപ്പോൾ ഈ ടെമ്പറാമിൻ്റെ കാര്യത്തിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാം. പെയിൻസ് വേഴ്സ് ഫ്രം ഹീറ്റ്, വേദനകൾ ചൂടുകൊണ്ട് വർദ്ധിക്കുന്നു, അത് വളരെ ഇമ്പോർട്ടൻസ് സിംറ്റം. ഇനി ഇമ്പോർട്ടൻസ് കൊടുക്കാതെ തണുപ്പിനോട് സെൻസിറ്റീവ്, ചില്ലിയാണ്. ബെറ്റർ ഫ്രം ഹീറ്റ്, ബട്ട് ദ ഫാക്ട് ഈസ് ദ പെയിൻസ് ദാറ്റ് ആർ വേഴ്സ് ഫ്രം ദ ഹീറ്റ് ആർ എബൌട്ട് ദ ടീത്ത് ആൻഡ് ജോസ്. അപ്പോൾ ഇതിലുള്ള സത്യം എന്താണ്? പല്ലുമായിട്ടും താടിയെല്ലുമായിട്ടും മോണയുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ചൂടുകൊണ്ട് വർദ്ധിക്കുന്നത്. പല്ലുവേദന, താടിയെല്ലിലെ വേദന, ഇതൊക്കെയാണ് ചൂടുകൊണ്ട് വർദ്ധിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഡിസൈഡഡ്ലി എ പർട്ടിക്കുലർ സിംറ്റം റിലേറ്റിംഗ് ഓൺ ടു എ പാർട്ട്. പക്ഷെ അത് ഒരു ശരീരത്തിൻ്റെ ഒരു അവയവത്തെ മാത്രം, ഒരു ഭാഗത്തെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമായതുകൊണ്ട് അതൊരു പർട്ടിക്കുലർ സിംറ്റമാണ്. വേറാസ് ഇറ്റ് ഈസ് ട്രൂ ദാറ്റ് ദ പേഷ്യൻറ്റ് ഇൻ ദ ജനറൽ സ്റ്റേറ്റ് എൻറ്റയർലി കോൺട്രഡി ടു വാട്ട് ദിസ് സേസ് ഈസ് ബെറ്റർ ബൈ ഹീറ്റ്. പക്ഷേ പേഷ്യൻ്റെ ജനറൽ കണ്ടീഷൻ ചൂടുകൊണ്ട് മെച്ചമാണ്. ചൂടടിക്കുമ്പോൾ മെച്ചപ്പെടുന്നതാണ് പേഷ്യൻ്റെ പൊതുവായിട്ടുള്ള അവസ്ഥ. പക്ഷേ പല്ലും മോണയുമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ചൂടുകൊണ്ട് വർദ്ധിക്കുന്നത്. റിപ്പർട്ടറി നോക്കി അല്ലെങ്കിൽ സിംഗിൾ സിംറ്റം മാത്രം നോക്കി ഔഷധം നിശ്ചയിക്കുന്നതിൽ സംഭവിക്കാവുന്ന അബദ്ധത്തെക്കുറിച്ചാണ് കെൻ്റ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നമ്മൾ ടോട്ടാലിറ്റി നോക്കാതെ ഏത് റിപ്പർട്ടറി ആണെങ്കിലും സിംഗിൾ സിംറ്റം മാത്രം നോക്കി, അല്ലെങ്കിൽ 2 or 3 സിംറ്റംസ് മാത്രം നോക്കി, അതും പർട്ടിക്കുലേഴ്സ് ആയിരിക്കാം, അങ്ങനെ നോക്കി മരുന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടിസ്ഥാനപരമായിട്ടുള്ള അബദ്ധം പറ്റാൻ സാധ്യതയുണ്ട്. ദ പെയിൻസ് ഇൻ ജനറൽ ആർ ബെറ്റർ ബൈ ഹീറ്റ്. പൊതുവെ വേദനകൾ, ശരീരത്തിൻ്റെ വേദനയോ തലവേദനയോ ഒക്കെ ആണെങ്കിൽ അത് ചൂടുകൊണ്ട് മെച്ചപ്പെടുകയാണ് ചെയ്യുന്നത്. എക്സെപ്ഷൻ പല്ലും താടിയെല്ലും. ദ പേഷ്യൻ്റ് ഹിംസെൽഫ് ഈസ് ബെറ്റർ ബൈ ഹീറ്റ്. കോൺസിക്വൻ്റ്ലി, ദിസ് ബീയിങ് എ പർട്ടിക്കുലർ, ഇറ്റ് ഷുഡ് സ്റ്റേറ്റ് ദാറ്റ് ദ പെയിൻസ് ദാറ്റ് ആർ സോ കോമൺലി വേഴ്സ് ബൈ ദ ഹീറ്റ് ആർ ദാറ്റ് ഓഫ് ടീത്ത്. ചൂടുകൊണ്ട് വർദ്ധിക്കുന്ന വേദനകൾ പല്ലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് കമോമില്ല ഈസ് ദ മെൻ്റൽ സ്റ്റേറ്റ്. അത് നമുക്ക് അറിയാവുന്നതാണ്, ഇറിറ്റബിലിറ്റി ഒക്കെ. ഇറ്റ് പെർവേഡ്സ് ദ വോൾ എക്കണോമി ആൻഡ് യു വിൽ സീ ദാറ്റ് എവറി റീജിയൻ ദാറ്റ് ഈസ് ടേക്കൺ അപ്പ്, എവറി പാർട്ട് ദാറ്റ് ഈസ് സ്റ്റഡീഡ് ബ്രിങ്സ് ഇൻ ടു ഇറ്റ്സ് ദ മെൻ്റൽ സ്റ്റേറ്റ് ഓഫ് ദ പേഷ്യൻറ്റ്. അപ്പോൾ ഏത് ശരീരമായിട്ട് ബന്ധപ്പെട്ട ഒരു അസുഖമായിട്ടാണ് രോഗി വരുന്നതെങ്കിലും അതിൻ്റെ സവിശേഷത എടുത്തു കഴിഞ്ഞാൽ മെൻ്റൽ സ്റ്റേറ്റ് വ്യക്തമാകും. അപ്പോൾ മനസ്സ് എല്ലാ ശരീരഭാഗങ്ങളുമായിട്ടും വളരെയധികം കറസ്പോണ്ട് ചെയ്യുന്നു. പേഷ്യൻ്റ് മൊത്തത്തിൽ അത്രയ്ക്ക് സെൻസിറ്റീവാണ്. ക്രൈയിങ്, എപ്പോഴും കരച്ചിൽ. പിറ്റിയസ് മോർണിംഗ് ഇറിറ്റബിൾ. ഇവിടെ ഒരു സംശയം വരാം, പിറ്റിയസ് മോർണിംഗും ഇറിറ്റബിലിറ്റിയും. പിറ്റിയസ് മോർണിംഗ് നമ്മൾ പൊതുവെ പൾസാറ്റിൽ പറയുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ ജനറലൈസ് ചെയ്ത് കഴിഞ്ഞാലും ചില അബദ്ധങ്ങൾ സംഭവിക്കാം. ഒരു ജനറൽ സ്റ്റേറ്റ്
കമോമിലുടേതാകുകയും ഒരു പിറ്റിയസ് ക്രൈയിങ് ആ രോഗിയിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പിറ്റിയസ് ക്രൈയിങ് വെച്ചുകൊണ്ട് പൾസാറ്റിലേക്കോ അതുപോലെ മറ്റ് ഔഷധങ്ങളിലേക്കോ പോകുന്നത് അബദ്ധമാവും. കാരണം പിറ്റിയസ് ക്രൈയിങ് എന്നുള്ളതും ഇവിടെ ചില പ്രൂവേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ജനറൽ കണ്ടീഷനിലുള്ള ഒരു പേഷ്യൻറ്റിൻ്റെ ജനറാലിറ്റീസിനുള്ള പ്രാധാന്യമാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് അബദ്ധം സംഭവിക്കാം. ദി ഇറിറ്റബിലിറ്റി ഈസ് സോ ഗ്രേറ്റ് ദാറ്റ് ഇറ്റ് മാനിഫെസ്റ്റ് ഇറ്റ് സെൽഫ് സംടൈംസ് ഇൻ എ വെരി സിംഗുലർ വേ. ഈ ഇറിറ്റബിലിറ്റിയുടെ പ്രൊമിനൻസ് കൊണ്ട് അത് മാത്രമായിട്ട് കാണിക്കാം. ഒരു വേദന, ഒരു ബോഡിയുടെ ഒരു ഭാഗത്തെ വേദനയോ മറ്റുമായിട്ട് ബന്ധപ്പെടാതെ തന്നെ ആസിറ്റീസ്, ഇറിറ്റബിലിറ്റി ആസിറ്റീസ് അത്രയ്ക്കത് പ്രൊമിനൻ്റാണ്. അങ്ങനെ തന്നെ അത് മാത്രമായിട്ട് വരെ അത് മാനിഫെസ്റ്റ് ചെയ്യാം. ദ പേഷ്യൻറ്റ് സീംസ് ടു ബി ഡ്രിവൺ ഇൻ ടു ഫ്രൻസി ബൈ ദ പെയിൻസ്. വേദന കൊണ്ട് രോഗിക്ക് ഭ്രാന്തെടുത്ത പോലെ, മനോനില തെറ്റിയ പോലെ തോന്നും. വേദനയോടുള്ള സെൻസിറ്റിവിറ്റിയാണ്. ആൻഡ് ഷീ ഫോർഗെറ്റ്സ് ഓൾ അബൌട്ട് ഹെയർ പ്രൂഡൻസ് ആൻഡ് ഡിപ്ലോമസി. തൻ്റെ അന്തസ്സും ആ മര്യാദയും മാന്യതയും എല്ലാം മറന്നുകൊണ്ട് ആ വേദനിക്കുന്ന സ്ത്രീ പെരുമാറിയെന്നിരിക്കും. ലോസ് ഓഫ് ജനറോസിറ്റി. ഷീ ഹാസ് നോ കൺസിഡറേഷൻ ഫോർ ദ ഫീലിങ്സ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ വികാരങ്ങളെ മാനിക്കാതെ ആ ഉദാരത കാണിക്കാതെ, അതൊരു മിനിമം ഉദാരത പോലെ കാണിക്കാതെ, ലോസ് ഓഫ് ജനറോസിറ്റി, ഉദാരത നഷ്ടപ്പെട്ടു പോയി. മറ്റു വ്യക്തിയോട് കാണിക്കേണ്ടുന്ന ആ മര്യാദാപൂർണമായ ഉദാരത പോലും ഇല്ലാതെ മര്യാദ കെട്ട രീതിയിലുള്ള പെരുമാറ്റം ഉണ്ടാകാം. ഷീ വിൽ സിംപ്ലി എൻ്റർ ഇൻ ടു എ കോറൽ ഓർ ഡിസ്പ്യൂട്ട് റിഗാർഡ്ലെസ് ഓഫ് ദ ഫീലിങ്സ് ഓഫ് എനിബഡി. മറ്റാരുടെയും പ്രയാസങ്ങളും മനോവ്യഥകളും മനസ്സിലാക്കാതെ വഴക്കിനും വക്കാണത്തിനും തർക്കങ്ങൾക്കും പോകും. ഈ സ്വഭാവമുള്ള ആളുകളെ നമ്മളുടെ ചുറ്റുപാട് നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ ആ സ്വഭാവങ്ങളൊക്കെ മാറും. ശരിയായ രീതിയിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെൻറ്റിലൂടെ അത് മാറും. സോ വെൻ യു ഗോ ഇൻ ടു പ്രാക്ടീസ്, ഡു നോട്ട് ബി സർപ്രൈസ്ഡ് വെൻ യു ഗോ ടു ദ ബെഡ് സൈഡ് ഓഫ് എ പേഷ്യൻ്റ് ഇൻ ലേബർ ഹു ഈസ് ഫുൾ ഓഫ് പെയിൻസ് ആൻഡ് സഫറിങ്സ് ഇഫ് ഷീ സേസ്, ഡോക്ടർ ഐ ഡോണ്ട് വാണ്ട് യു, ഗെറ്റ് ഔട്ട്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളൊരു പ്രസവവേദന അനുഭവിക്കുന്ന സ്ത്രീയെ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോയി കഴിയുമ്പോൾ ആ വ്യക്തി നിങ്ങൾ വരേണ്ട കാര്യമില്ല, നിങ്ങൾ പുറത്തു പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കുറ്റം പറയുകയോ അവരുടെ സ്വഭാവവൈകല്യത്തെ വിമർശിക്കുകയല്ല വേണ്ടത്, അവരെ ചികിത്സിക്കാൻ സാധിക്കും. തികച്ചും വ്യത്യസ്തമായ കേസിൽ ഈ ഒരു സിംറ്റം ആ രോഗിക്ക് വളരെയധികം ആശ്വാസം കൊടുത്തു. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത ബന്ധുവാണ്. അദ്ദേഹത്തിന് കരൾ സംബന്ധമായ ഗുരുതരമായ രോഗാവസ്ഥകളായിരുന്നു. അദ്ദേഹം ആശുപത്രിയിലായി. ഏതാണ്ട് അന്തിമ ഘട്ടമൊക്കെ അടുത്തു എന്ന് അറിഞ്ഞപ്പോൾ ഞാൻ കാണാൻ പോയി. അപ്പോൾ എനിക്ക് ഈ വ്യക്തിയെ വർഷങ്ങളായിട്ട് അറിയാം. ഒരു പ്രത്യേകതരം ആളാണ്, വലിയ വഴക്കാളിയാണ്. ഈ പറഞ്ഞ പോലെ ആദ്യമായിട്ട് ഞങ്ങൾ കണ്ടുമുട്ടിയപ്പോൾ തന്നെ ഒരു ഇംപൊളൈറ്റ് ആയിട്ടുള്ള ഒരു മര്യാദ കെട്ട ഒരു പെരുമാറ്റം ഉണ്ടാവുകയും ചെയ്തിരുന്നു. വളരെ ഉയർന്ന സ്ഥാനത്തിരുന്ന ഒരാളാണ് അദ്ദേഹം. ഞാൻ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ബന്ധുക്കൾ, എൻ്റെ സുഹൃത്തൊക്കെ പറഞ്ഞു, കണ്ടോ, പക്ഷേ മോശമായിട്ട് ചിലപ്പോൾ സംസാരിച്ചിരിക്കും, മറ്റൊന്നും വിചാരിക്കരുത്, ബോധമൊക്കെ പോയിരിക്കും. ഞാൻ കാണാൻ ചെന്നു, ഇതേ വർത്താനം, എന്തിനാണ് ഇങ്ങോട്ട് വന്നത്, കത്തോ എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ മരിക്കാറായൊരവസ്ഥയാണ്, പക്ഷെ വല്ലാത്ത സഫറിങ്ങിലാണ്. അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഈ ഹോമിയോപ്പതിയുമായിട്ടുള്ള ബന്ധവർക്കറിയാം. ഈ സുഹൃത്തിനും ഞാൻ ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റ് കൊണ്ടുപോയിട്ടുള്ളതാണ്, ബാബുച്ചേട്ടൻ്റെ കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ വേറൊരു കൺസൾട്ടേഷനൊന്നും ചാൻസ് ഇല്ല, അതുകൊണ്ട് ഞാൻ കാര്യം പറഞ്ഞു, നമുക്ക് ഈ കമോമില്ല ഒന്ന് കൊടുത്തു നോക്കാം, ഏതായാലും മരിക്കാറായി കിടക്കും, സമാധാനമായിട്ട് മരിക്കണമെങ്കിലാവട്ടെ. അങ്ങനെ ഞങ്ങൾ അടുത്ത ടൗണിൽ പോയി കമോമില്ല 2-3 ഡോസ് വാങ്ങി. വളരെ ചെറിയൊരു ഡോസ് പൗഡറായിരുന്നു, അതിൽ ചെറിയൊരു അംശം ഇതിൻ്റെ നാവിനടി ഇട്ട് കൊടുത്തു. ആൾ വളരെ ശാന്തനായി. പിന്നീട് പ്രശ്നം വരുമ്പോൾ ഇടക്ക് കൊടുത്തോളാനും പറഞ്ഞുകൊണ്ട് ഞാൻ പോന്നു. ഞങ്ങൾ ഈ ബന്ധുക്കളുമായിട്ട് നിരന്തരം സംസാരിക്കുന്നതാണ്. ഒരു 4-5 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ മരിച്ചു. പക്ഷേ ആ അന്തിമ ദിവസങ്ങൾ അദ്ദേഹം വലിയ പ്രശ്നം ഉണ്ടാക്കിയില്ല. ശാന്തനായി അദ്ദേഹം സന്ദർശകരെയൊക്കെ സ്വീകരിച്ചു.
സുഖമായിട്ട് മരിച്ചു. അപ്പോൾ ഗർഭിണിയുടെ അടുത്ത് മാത്രമല്ല മരണാസന്നരായ രോഗികൾക്കും സിംറ്റംസ് എഗ്രി ചെയ്യുന്നെങ്കിൽ കമോമില്ല ഉപകരിക്കും. ദ ഓഫുൾ പെയിൻസ് ദാറ്റ് ഷീ ഈസ് ഹാവിങ് ഡ്രൈവ് ഹെയർ ടു ഫ്രൻസി. കാരണം പ്രസവ സമയത്ത് ഈ സ്ത്രീ അനുഭവിച്ചിരുന്ന അത്രക്ക് വല്ലാതെയുള്ള വേദനകളാണ് അവരെ ഈ ഭ്രാന്തമായ ആ ഒരു മനോനിലയിലേക്ക് എത്തിക്കുന്നത്. ആൻഡ് ദിസ് ഫ്രൻസി, ദിസ് ഓവർ സെൻസിറ്റീവ് പെയിൻ ഈസ് കപ്പിൾഡ് വിത്ത് ദ മെൻ്റൽ സ്റ്റേറ്റ്. ഈ വേദനയോടുള്ള ഓവർ സെൻസിറ്റിവിറ്റിയും മാനസിക അവസ്ഥകളും തമ്മിൽ ചേർന്നിരിക്കുകയാണ്. സെൻസിറ്റിവിറ്റിയും മനസ്സും അത് വാസ്തവത്തിൽ അത് നാച്ചുറലി അത് കപ്പിൾഡാണ്. ഇനബിലിറ്റി ടു കൺട്രോൾ ഹെയർ ടെമ്പർ ആൻഡ് ദ ടെമ്പർ ഈസ് അറോസ് ടു വൈറ്റ് ഹീറ്റ്. അപ്പോൾ ഈ സ്വന്തം വികാരങ്ങളെ, ആ ടെമ്പറാമെൻസിനെ അതിനെ നിയന്ത്രിക്കാൻ പറ്റുന്നത് ഇനബിലിറ്റിയാണ്. നല്ല കഴിവില്ല, നിയന്ത്രിക്കാനുള്ള കഴിവില്ല. എന്നിട്ട് എന്താണ് ഈ ടെമ്പർ, ഈ മാനസികാവസ്ഥ, വൈറ്റ് ഹീറ്റ് എന്ന് പറയുന്നത് വല്ലാതെയുള്ള ഒരു ദേഷ്യത്തിൻ്റെയും മറ്റുമൊക്കെ മനോവികാരങ്ങളുടെയൊക്കെ ഒരു അറ്റം എന്ന് പറയാം. അതായത് ഇവിടെ അത് വരുന്നത് നമ്മളൊരു ലോഹ കഷ്ണം ചൂടാക്കുകയാണെങ്കിൽ അത് ചൂടായി ചുവപ്പ് നിറം, ഓറഞ്ച് നിറം, ആ സ്പെക്ട്രത്തിൽ ആ ചേഞ്ച് ഉണ്ടല്ലോ, അവസാനം വെള്ള നിറം വരും. ഏറ്റവും ചൂടായൊരവസ്ഥ അതാണ് വൈറ്റ് ഹീറ്റ്. അപ്പോൾ മനസ്സ് അത്രയ്ക്ക് ചൂടായി, അത്രയ്ക്ക് ദേഷ്യം വന്ന ഒരവസ്ഥ എന്നർത്ഥം ആണ് അറോസ്റ്റ് വൈറ്റ് ഹീറ്റ് എന്ന് പറയുന്നത്. നൗ ഇൻ ദ ചൈൽഡ് വൈൻസ് ആൻഡ് ക്രൈസ് ആൻഡ് സ്പട്ടേഴ്സ് അബൌട്ട് എവരിത്തിങ്. നമുക്കറിയാവുന്ന കാര്യമാണ്, കുട്ടികളുടെ കാര്യത്തിൽ ഒച്ചയുണ്ടാക്കിയും ബഹളം ഉണ്ടാക്കിയും എല്ലാതുമായിട്ടും കലയിക്കുകയും തല്ലുകയും പിടിക്കുകയൊക്കെ ചെയ്യും. ഇറ്റ് വാണ്ട്സ് സംതിങ് ന്യൂ എവറി മിനിറ്റ്. ഓരോ മിനിറ്റിലും എന്തെങ്കിലും പുതിയത് വേണം. ഇറ്റ് റെഫ്യൂസസ് എവറിത്തിങ് ദാറ്റ് ഹാസ് ആസ്ക്ഡ് ഫോർ. അത് ഒരു സാധനം ചോദിച്ച് മേടിച്ചു, അത് വേണ്ട. പിന്നെ അടുത്ത സാധനം ചോദിക്കും, അത് വേണ്ട. ഇഫ് ഇറ്റ് ഈസ് ഫോർ സംതിങ് ടു ഈറ്റ്, ഫോർ സംതിങ് ടു പ്ലേ വിത്ത്, ഫോർ ദ ടോയ്സ്, when these are handed to the child, it throws them away. അപ്പോൾ ഭക്ഷണമായാലും കളിപ്പാട്ടായാലും എന്താണെങ്കിലും ചോദിച്ച് മേടിച്ച സാധനം കൈ കിട്ടിക്കഴിയുമ്പോൾ വലിച്ചെറിഞ്ഞ് കളയും. slings them clear across the room, strikes the nurse in the face for presuming to get something or other that the little one did not want, yet it asked for. ചോദിച്ചാണെങ്കിലും അതിന് വേണ്ടാത്തൊരു സാധനം കൊടുത്തതിൻ്റെ പേരിൽ പരിചരിക്കുന്ന ആളെ തല്ലും. പരിചരിക്കുന്ന ആളായാലും മാതാപിതാക്കൾ ആരായാലും ശരി തല്ലും. ശരിക്കും പരിചരിക്കുന്നവരെ മാതാപിതാക്കളെയൊക്കെ വല്ലാതെ ദേഷ്യം പിടിപ്പിക്കുന്ന ഒരു സ്വഭാവമാണ്. ഇതിന് പറയുന്ന പേരാണ്, നമ്മൾ റെപ്പർട്ടറിയിൽ നോക്കിയാൽ കാണാവുന്ന പേര്, അതിന് സെലക്ട് ചെയ്യേണ്ട പേരാണ് കാപ്രീഷ്യസ്നെസ്. വളരെ രൂക്ഷമായ സ്വഭാവമാറ്റം, വളരെ രൂക്ഷമായ രീതിയിലുള്ള സ്വഭാവമാറ്റം. നേരത്തെ പറയാം വൈറ്റ് ഹീറ്റ് എന്ന് പറഞ്ഞില്ലേ, അത്ര ഒത്യുച്ചത്തിലേക്ക് എത്തുന്ന സ്വഭാവമാറ്റം, കാപ്രീഷ്യസ്നെസ്. ഇറ്റ് സീംസ് ദാറ്റ് ദ പെയിൻസ് ആൻഡ് സഫറിങ്സ് ആർ സംടൈംസ് അമീൽഡ് ബൈ പാസീവ് മോഷൻ. ഈ വേദനകൾ ചിലപ്പോൾ വെറുതെ ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് കുറയാം. അവിടെയും കൺഫ്യൂഷൻ വരരുത്. പൾസാറ്റിലേക്കും ജെന്റിൽ മോഷൻ കൊണ്ട് അമീലറേഷൻ ഉണ്ട്, പക്ഷേ അതിൻ്റെ ഒരു ജനറൽ സ്റ്റേറ്റ് ആണ് ഇവിടെ സംടൈംസ്. അപ്പോൾ അങ്ങനെ വന്നു എന്നുള്ളതുകൊണ്ട് പിന്നെ മനസ്സിലാക്കാമെന്ന് വെച്ചാൽ ഒരു മെഡിസിൻ്റെ ജനറൽ സ്റ്റേറ്റും ഒരു അത്ര പ്രാധാന്യത പർട്ടിക്കുലർ സ്റ്റേറ്റും തമ്മിൽ തിരിച്ചറിയാൻ ശരിക്ക് മനസ്സിലാക്കിയിരിക്കണം. അല്ലെങ്കിൽ വെറും ഒരു വില കുറഞ്ഞ ഒരു പർട്ടിക്കുലറിനെ ജനറലായിട്ടും ഒരു വളരെ സ്ട്രോങ് ആയിട്ട് ജനറലിനെ പർട്ടിക്കുലറായിട്ടുമൊക്കെ നമ്മൾ തെറ്റിദ്ധരിക്കരുത്. നമ്മളുടെ സെലക്ഷൻ മൊത്തം തെറ്റിപ്പോകും. അവസാനം ഹോമിയോപ്പതിനെ കുറ്റം പറയുന്നൊരു അവസ്ഥ വരികയും ചെയ്യും. വാസ്തവത്തിൽ പ്രാക്ടീഷണേഴ്സ് അത് ശരിയായിട്ട് മനസ്സിലാക്കാത്തതുകൊണ്ട് കുഴപ്പമായിരിക്കും. ദിസ് വെരി പർട്ടിക്കുലർലി ഇൻ ചിൽഡ്രൻ. കുട്ടികളിലാണ് കാണുന്നത്. പെയിൻ സീംസ് ടു ബി ബെറ്റർ വെൻ ദ ചൈൽഡ് ഈസ് ക്യാരീഡ്, സോ ദ ചൈൽഡ് വാണ്ട്സ് ടു ബി ക്യാരീഡ് ഓൾ ദ ടൈം. ഇപ്പോൾ എടുത്തുകൊണ്ട് നടക്കുന്നതുകൊണ്ട് കുറവ് സംഭവിക്കും, അതുകൊണ്ട് എപ്പോഴും എടുത്തുകൊണ്ട് നടക്കാൻ പറയും. ഇതേ അവസ്ഥ തന്നെ പൾസാറ്റിലും കാണാം. പക്ഷേ അതിൻ്റെ ജനറൽ കണ്ടീഷൻ എന്താണെന്നുള്ള കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ടോട്ടാലിറ്റി നോക്കണം. ഈ ഒരൊറ്റ കാര്യം വെച്ചുകൊണ്ട് നമ്മളറിയാതെ മാറിക്കൊടുത്തു പോകരുത്. അതിന് മരുന്ന് കൊടുത്തു അസുഖം മാറിയില്ല എന്ന് പറയരുത്. അപ്പോൾ ആ ഒരു സ്വഭാവമുണ്ട്. ദിസ് ഇസ് ട്രൂ ഇൻ ദ കോളിക് ആൻഡ് ദ ബവൽ ട്രബിൾസ്. വേദനകളിലും വയറിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഇത് ഉണ്ടാകാം. ഇറ്റ് ഈസ് ട്രൂ വിത്ത് ഇയറേക്ക്, ചെവിവേദന ഉണ്ടാകാം. ഇറ്റ് ഈസ് ട്രൂ വിത്ത് ഈവനിങ് ഫീവേഴ്സ് ആൻഡ് ദ ജനറൽ സഫറിങ്സ് ഫ്രം കോൾഡ് ആൻഡ് കണ്ടീഷൻസ് വൈൽ ടീത്തിങ്. പല്ല് മുളക്കമുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും തണുപ്പ് കൊണ്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ കൊണ്ടുണ്ടാകാം. ചിൽഡ്രൻ മസ്റ്റ് ബി ക്യാരീഡ്. കുട്ടികളെ എപ്പോഴും എടുത്തുകൊണ്ട് നടക്കണം.
The nurse is compelled to carry the child all the time. And then there are the restlessness and capriciousness about the members of the family. അപ്പോൾ ഇങ്ങനെ എടുത്തു നടക്കുമെങ്കിൽ പോലും പേഴ്സണൽ ചൈൽഡാണെങ്കിൽ എടുത്തു നടക്കുമ്പോൾ അതിന് നല്ല ആശ്വാസമായിരിക്കും. പക്ഷേ ഇവിടെ എടുത്തു നടന്നാലും റെസ്റ്ലെസ്നെസ്സിനും ഈ കാപ്രീഷ്യസ്നെസ് പെട്ടെന്നുള്ള രൂക്ഷമായ എക്സ്ട്രീം സ്വഭാവ മാറ്റങ്ങൾക്കും ഒരു കുറവുമില്ല. The child goes 2 or 3 times up and down the room with a nurse and then reaches out to his mother, goes 2 or 3 times up and down and with her and then wants to go with the father. അപ്പോൾ കൈമാറിക്കൊണ്ടിരിക്കണം. പരിചാരിക എടുത്തു, അച്ഛനെടുത്തു, അമ്മയെടുത്തു, പിന്നെ അമ്മാവൻ അമ്മായി, ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഒന്നുകൊണ്ടും അതിനൊരു ആശ്വാസമില്ല. ആൻഡ് സോ ഇറ്റ് ഈസ് ചേഞ്ചിങ് അബൌട്ട്. ഇത് എപ്പോഴും മാറ്റം. നേരത്തെ ഒരു സാധനം കൊടുക്കുമ്പോൾ അത് വലിച്ചെറിഞ്ഞ് അടുത്ത് വേണമെന്ന് പറയുന്ന പോലെ ഒരു ചേഞ്ചബിൾ മൂഡാണ്, ഒരു മാനസികാവസ്ഥ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. നെവർ സാറ്റിസ്ഫൈഡ്, ഒന്നുകൊണ്ടും തൃപ്തിയില്ല. ഇറ്റ് സീംസ് ടു ഹാവ് നോ പീസ്, സമാധാനമില്ല. ശരണക്കേടുള്ള കുട്ടി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെ ആ ഒരു അവസ്ഥയാണത്. വെൻ ഇറ്റ് ഹാസ് ഇയറേക്ക് ദ ഷാർപ്പ് ഷൂട്ടിംഗ് പെയിൻസ് കോസ് ദ ചൈൽഡ് ടു സ്ക്രീച്ച് ഔട്ട്. ചെവിവേദനയാണെങ്കിൽ ചെവിവേദന കൊണ്ട് ഇങ്ങനെ ഒച്ചയും ബഹളം ഉണ്ടാക്കാൻ തോന്നും. carries the hands to the ear. The pains often cause that sharp piercing tone of the voice. വേദന കൊണ്ടാണ് ഇത്രയൊക്കെ ആ ഒരു തുളച്ച് കയറുന്ന തരത്തിൽ ശബ്ദം ഉണ്ടാക്കുന്ന ഈ കുട്ടി. നമ്മൾ സമൂഹത്തിലൊക്കെ ഇടപെടുമ്പോൾ, ഞാനൊക്കെ തീവണ്ടിയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും കാണുന്നതാണ് ഇത്തരം കുട്ടികളുടെ അവസ്ഥ. സമൂഹത്തിൽ ധാരാളം കുട്ടികൾ അത്തരത്തിലുണ്ട്. അവരെയൊക്കെ ശിക്ഷിച്ച് നേരെയാക്കാനാണ് നോക്കുന്നത്. അവർക്ക് ഇങ്ങനെ ഇതിനൊക്കെ ചികിത്സ കൊണ്ട് ഇതൊക്കെ മാറുമെന്നൊക്കെ അറിഞ്ഞുകൂടാ. അത് അറിയുമ്പോൾ തന്നെ ചിലപ്പോൾ വൈകിപ്പോകും. അഡൾട്ട്സ് ഇൻ പെയിൻ കനോട്ട് കീപ് സ്റ്റിൽ. ഇനി മുതിർന്നവർക്കാണ് വേദനയെങ്കിൽ അവർക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല. ദ പെയിൻസ് ആർ സോ സിവിയർ, ഇറ്റ് ഈസ് നോട്ട് ഓൾവേസ് ദാറ്റ് ദേ ആർ ഡിസൈഡ്ലി അമിയർഡ് ബൈ മൂവിങ് ബട്ട് ദ സീംസ് ടു ബി. വല്ലാതെ വേദന കൊണ്ട് നടക്കും, പക്ഷെ ഈ നടപ്പ് കൊണ്ട് വലിയ ആശ്വാസമൊന്നുമില്ല. പക്ഷെ ആശ്വാസം കിട്ടുമെന്ന് തോന്നും. നടന്നാൽ ആശ്വാസം കൊണ്ട് തോന്നൊരു ഒരു മനസ്സിൽ തോന്നലാണ്. നേരത്തെ പറഞ്ഞില്ല, മനസ്സ് എല്ലാ കാര്യത്തിലും കമോബിലെ പേഷ്യൻ്റെ മനസ്സ് ഇൻവോൾവാണ്. അപ്പോൾ നടന്ന ആശ്വാസം കിട്ടണം, തോന്നിയിട്ട് നടക്കും, ആശ്വാസം കിട്ടണമെന്നില്ല. ബട്ട് ദേ മൂവ് ബിക്കോസ് ദേ കനോട്ട് കീപ് സ്റ്റിൽ. അവർക്ക് അനങ്ങാതിരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നടക്കുന്നത്. അനങ്ങാതിരിക്കാൻ പറ്റുമെങ്കിൽ അനങ്ങാതിരുന്നേനെ. സോ ദ കെമോമില പേഷ്യൻ്റ് ഈസ് ടോസ് ഇഫ് ഇൻ ബെഡ്. അപ്പോൾ കെമോമില പേഷ്യൻ്റ് കിടക്കുകയാണെങ്കിൽ കിടക്കെ കിടന്നിട്ട് തിരികെ മറിയുകയും ചാടുകയോ ചെയ്യും. നോട്ട് ആൻ ഇൻസ്റ്റൻറ്റ് ക്വയറ്റ്, ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കില്ല. ആൻഡ് എലോങ് വിത്ത് ഓൾ ദീസ് ദ സെയിം ഇറിറ്റബിലിറ്റി, ഇതിനോടൊപ്പം എല്ലാത്തിനോടൊപ്പം ഇറിറ്റബിലിറ്റി ഉണ്ട്. ബിക്കംസ് വയലൻ്റ്ലി എക്സൈറ്റഡ് അറ്റ് ദ പെയിൻ, ആംഗ്രി അറ്റ് ദ പെയിൻ, ഇറിറ്റബിലിറ്റി അബൌട്ട് ദ പെയിൻ, വിൽ സ്കോൾഡ് അബൌട്ട് ദ പെയിൻ. ദ പെയിൻ ഈസ് സോ ടോർച്ചർസം. ഉണ്ടോ? ഈ വേദന എന്ന് പറയുന്നത് എന്തൊക്കെ വിശേഷിപ്പിക്കുക അതെല്ലാം വേദനയെക്കുറിച്ചുണ്ട്. നോക്കുക, എന്താണ് വയലൻ്റ്ലി എക്സൈറ്റഡ്, വേദന കൊണ്ട് സംഭവിക്കുന്നതാണ്. വല്ലാതെ അക്രമോത്സവമാകും വിധം ഉത്തേജിപ്പിക്കപ്പെടും, ദേഷ്യം പിടിപ്പിക്കപ്പെടും, അസ്വസ്ഥമാക്കപ്പെടും, ഇറിറ്റബിൾ, സ്കോൾഡ്, വേദനയെ പറഞ്ഞ് വഴക്ക് പറയുകയും ചീത്ത പറയുകയും ചെയ്യും. എന്താണ് അതിൻ്റെ കാരണം? എന്താ? പെയിൻസ് ഈസ് സോ ടോർച്ചർസം. ആ രോഗിയെ വല്ലാതെ പീഡിപ്പിക്കുന്ന തരത്തിലുള്ളതാണ് ആ വേദന. അതുകൊണ്ടാണ് ഈ വേദനയോട് ബന്ധപ്പെട്ട് ഈ പറഞ്ഞ എല്ലാവിധ പ്രശ്നങ്ങളും ഈ രോഗി ഉണ്ടാക്കുന്നത്. ആവേഷൻ ടു ടോക്ക് ആൻഡ് സ്നാപ്പിഷ്, സംസാരിക്കാൻ വൈമുഖ്യം, സംസാരിക്കാൻ വലിയ താല്പര്യമില്ല. ആൻഡ് സ്നാപ്പിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലർക്ക് പറയല്ലേ, ചില സ്വഭാവം പറയും, അവൻ അല്ലെങ്കിൽ അവൾ കടിക്കാൻ വരുന്ന പട്ടിയെ പോലെയാണ്. കടിക്കാൻ വരുന്ന പട്ടിയുടെ സ്വഭാവം കണ്ടിട്ടില്ലേ? പെട്ടെന്ന് ദേഷ്യം വരും, കാരണമൊന്നും വേണ്ട, ചടിക്കടിക്കും. അതാണ് ഈ സ്നാപ്പിഷ് ക്യാരക്ടർ എന്ന് പറയുന്നത്. ദ പേഷ്യൻ്റ് ഈസ് കോൺസ്റ്റൻ്റ്ലി സിറ്റിംഗ് ആൻഡ് ലുക്കിംഗ് വിത്തിൻ ഹെർസെൽഫ് വെൻ പെയിൻസ് ആർ ആബ്സെൻറ്റ്. ഇനി വേദന ഇല്ലാത്തപ്പോഴാണെങ്കിലോ വെറുതെ ഇരുന്ന് വിത്തിൻ ഹെർസെൽഫ്, ലുക്കിംഗ് വിത്തിൻ ഹെർസെൽഫ്, തന്നിലേക്ക് തന്നെ നോക്കി ഒരു റിട്രോസ്പെക്ഷൻ, ഒരു ആത്മശോധന നടത്തിയെന്നുള്ള ഇങ്ങനെ അലിഞ്ഞ് അങ്ങനെ ചിന്താഭാരത്തോടെ എപ്പോഴും ഇരിക്കും വേദന ഇല്ലാത്തപ്പോൾ. വേദന ഉള്ളപ്പോൾ ഇത്രയും എല്ലാ കോപ്രായം കാണിക്കും, വേദന ഇല്ലാത്തപ്പോൾ ചിന്താഭാരത്തോടെ ഇരിക്കുകയും ചെയ്യും. ഇതാണ് കാമോമിലുള്ളൊരു പൊതുവായിട്ടുള്ള മാനസിക സ്ഥിതി. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള പല കാരണങ്ങളും ഉണ്ടാകാം. അതപ്പോൾ ഒരു സിംറ്റം ജനറൽ സിംറ്റമാണോ പർട്ടിക്കുലറാണോ എന്ന് മനസ്സിലാക്കണം, ടോട്ടാലിറ്റി നോക്കണം. അല്ലാതെ ഒരു ഔഷധത്തിൻ്റെ
ഒരു മുഖമുദ്രയാണ് ഒരു ലക്ഷണം എന്നൊക്കെ കണ്ട് ചാടിപ്പിടിച്ച് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ പരാജയപ്പെട്ടു പോകും. ഒരിക്കലും അതിന് മുതിരാൻ പാടില്ല. ഇതേപോലെ കമോമിലയെക്കുറിച്ച് പ്രാക്ടീസിൽ പോയിരിക്കുന്ന ധാരാളം വിവരങ്ങൾ തുടർന്ന് വരുന്നുണ്ട്. നമുക്ക് അടുത്ത എപ്പിസോഡ് കേൾക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.